ഹായ് ഹലോ മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് കുത്തരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 ടീസ്പൂൺ അരിയും കൂടെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് പൊട്ടി കിട്ടണം. നല്ലപോലെ ഓരോന്നായിട്ടൊന്ന് പൊട്ടി നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം 2 സവാള ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നല്ല വെറൈറ്റി ഒരു ടേസ്റ്റായിട്ട് അതിന് നമ്മൾ ചേർക്കുന്ന ചേരുവകൾ അതിനൊരു പ്രത്യേക മണവും രുചിയൊക്കെ തരും. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഞാൻ നല്ല പിഞ്ച് കോവയ്ക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കി 4ആയിട്ട് കീറിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാനിതിൽ ഇട്ടപ്പോൾ ഉണ്ടല്ലോ ഒത്തിരി ഉള്ളതുകൊണ്ട് ഇതിനകത്ത് നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാനൊരു വേറെ പാത്രം ഒരു ഉരുളിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് അടച്ച് വെച്ച് വേകാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ ഈ കഷ്ണത്തിലൊക്കെ ഉപ്പ് നല്ലോണം പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇപ്പോൾ ഞാനിത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തോരനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തതിന് ശേഷം പെരുംജീരകം 1 ടീസ്പൂൺ നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഇടയ്ക്കൊന്ന് തുറന്നൊക്കെ നോക്കി ഇളക്കി കൊടുക്കുക. വെച്ചിട്ട് ഇതിൽ നമ്മൾ എന്താ പറയുക ശ്രദ്ധിക്കാതെ നിന്നാൽ അത് കരിഞ്ഞൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. ഇപ്പം നമ്മൾ വീഡിയോയിൽ അത്രയും ഒന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കുന്നതൊക്കെ കാണിക്കത്തുള്ളൂ. അപ്പോൾ അത്രയും സമയം കൊണ്ട് 1-2 മിനിറ്റ് കൊണ്ടൊന്നും ഇത് വെന്ത് കിട്ടത്തുമില്ല. അപ്പോൾ വീണ്ടും ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊരു മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു ടീസ്പൂണോളം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രുചിയായതിന്. അപ്പോൾ ഒന്ന് ഇട്ടിട്ട് അങ്ങനെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം ഒരേ രീതിയിൽ ചെയ്യാതെ മാറ്റി നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ആ പൊടിയെല്ലാം ഇട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ തേങ്ങ നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഇതിനകത്ത് ആവി കയറത്തക്ക രീതിയിൽ അടച്ച് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങയിലൊക്കെ നല്ലപോലെ ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി നല്ലപോലെ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വെന്ത് കിട്ടണം. ഇപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ അടിപൊളിയായിട്ട് നല്ല പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.